നമസ്കാരം, എൻ്റെ പേര് രോഹിത്. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വളർന്നു വരുന്ന ജനസംഖ്യ കാരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന ആഘാതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഓരോ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ആദ്യം 130 കോടിയായിരുന്നു, പിന്നീട് 140 കോടിയായി, ഇപ്പോൾ 146 കോടിയും ഇനി വരും കാലങ്ങളിൽ 160 170 കോടിയായിട്ടൊക്കെ കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ട് മനസ്സിലാക്കി ഓരോരുത്തർ റെഫറൻസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം, എന്നെ വിളിച്ച് സംസാരിക്കാം. പക്ഷേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടാവുള്ളൂ. കാരണം എൻ്റെ മുമ്പത്തെ വീഡിയോയ്ക്ക് ഞാൻ മാരേജ് സിസ്റ്റത്തിനെ കുറിച്ച് ചെയ്ത വീഡിയോ ഫുള്ള് കാണാത്ത ഒരാൾ വന്ന് കുറേ കമൻറ്റുകൾ കുറേ കഥകളൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോ റിയാക്ട് ചെയ്യുന്നതാണ്. ഞാനത് മൈൻഡ് ആക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പലരും വന്ന കമൻറ്റുകൾ വായിക്കുന്നുണ്ട്, അപ്പോൾ ആൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് എതിരഭിപ്രായമുള്ളവർക്ക് അവർക്ക് വേണ്ടി 2 ചോദ്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എതിരഭിപ്രായമുള്ളവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു ചോദ്യത്തിലുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോപ്പുലേഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് എന്തൊരു സംഭവം അത് കൂടിയാലും കുഴപ്പമാണ്, അത് കുറഞ്ഞാലും കുഴപ്പമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫുഡ് ഒട്ടും കഴിക്കുന്നതിന് എന്ത് സംഭവിക്കും? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരും. ഫുഡ് അമിതമായി കഴിച്ചാൽ അത് സംഭവിക്കും, ഒബിസിറ്റി വരും. അപ്പോൾ ഫുഡ് ആവശ്യത്തിന് കഴിക്കണം. ജോലി ചെയ്യുന്നു, നമ്മൾ ഒരുപാട് ജോലി അത് സംഭവിക്കും, സ്ട്രെസ്സ് വരും. ഒട്ടും ജോലി ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കും, നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ക്യാഷിൻ്റെ ആയാലും മറ്റ് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെയാണ് ഈ പോപ്പുലേഷൻ്റെ കാര്യം. പോപ്പുലേഷൻ രാജ്യത്ത് അമിതമായി കൂടിയാലും പ്രശ്നമാണ്, ഒട്ടും ഇല്ലെങ്കിലും വളരെ കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ജനസംഖ്യ കൂടുതലുള്ളത് കാരണം അവിടെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതുകൊണ്ട് ഗുണമുണ്ട്. എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളുടെ മാർക്കറ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഒരുപാട് കൺസ്യൂമേഴ്സ് കാണും. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതിന് വേറൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ നടത്തുന്നു. അപ്പോൾ ഹോട്ടലിലുള്ള സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ജനസംഖ്യ ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് കൂടുതൽ ബിസിനസ് നടക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. പിന്നെ ഒരു രാജ്യത്ത് ഒരു ജനസംഖ്യ കൂടുതലാണെങ്കിൽ ബർത്ത് റേറ്റ് കൂടുതലാണെങ്കിൽ എന്താണ് അവിടെ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് കാണും. അപ്പോൾ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും അതിലുപരി ധാരാളം ഡീമെറിറ്റ്സ് ഈ പോപ്പുലേഷൻ ഇൻക്രീസ് കാരണം ഉണ്ടാകുന്നുണ്ട്. ഈ പോപ്പുലേഷൻ വളരെ അധികം കൂടി നിൽക്കുന്ന രാജ്യത്ത് നമുക്കൊരിക്കലും മിനിമം പേ അവർലി പേ ഈ 2 സംഭവങ്ങൾ നമുക്കൊരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം പേ അവർലി പേനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് വീഡിയോ കാണാത്തവർക്കായി മിനിമം പേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് കൂലി കൊടുക്കുമ്പോൾ മിനിമം ഇത്ര ഒരു തുകയെങ്കിലും അവർ കൊടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂസിലൻഡ് മിനിമം പേ എന്നുകൊണ്ട് $23, 23.15. ജർമ്മനിയിലാണെങ്കിൽ 12 യൂറോ എന്തോ ആണ്. അപ്പോൾ ആ ഒരു പൈസയിലെ കുറവ് കൊടുക്കാനോ എംപ്ലോയി ആ ഒരു പൈസയിലെ കുറവ് വാങ്ങിക്കാനോ പാടില്ല, അതിൽ കൂടുതലേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ 10 തൊട്ട് 5 മണി വരെ ജോലിയുടെ പരിപാടിയില്ല. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ചെയ്യുന്നപ്പോൾ കുറച്ച് സമയം ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് പൈസ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് റെപ്പറ്റീഷൻ ആയി പോകും. മാത്രമല്ല അത് കേട്ടവർക്ക് പിന്നേക്കൊക്കെ ബോറടിക്കും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങൾ ഒരിക്കലും നമുക്ക് മിനിമം പേ അവർലി പേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഓരോ സാധ്യതകൾക്ക് പരിമിതികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നീറ്റ് പരീക്ഷ എഴുതുന്നവരെണ്ണം നോക്കും. നീറ്റ് പരീക്ഷ ലക്ഷക്കണക്കിന് കുട്ടികളാണ് എഴുതുന്നത്. അതിന് എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടുന്നത്? അതുപോലെ IIT ജാം പരീക്ഷയുണ്ട്, ഞാൻ എഴുതിയ പരീക്ഷയിൽ 16,000 പേര് എഴുതുന്നതിൽ അന്ന് 532 പേർക്ക് മാത്രമാണ് IIT അഡ്മിഷൻ കിട്ടുന്നത്. ബാക്കി 1000-1500 താഴെ ഐസർ NITയിലും കിട്ടും. അപ്പോൾ ഇത്രയും പേര് എഴുതുന്നതിൽ വളരെ കുറച്ച് ആൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും മറ്റ് എന്ത് ജോലിക്കുള്ളതാണെങ്കിലും മറ്റ് എൻട്രൻസ് ആണെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തായാലും വേറൊരു ഓപ്ഷൻ ഇല്ലാതെ പോകും. അപ്പോൾ അതുവഴിയാണ് മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് വരുന്നത്, ആളുകൾക്ക് വിലയില്ലാതെ വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു റിയൽ ലൈഫ് കേസ് വരികയാണെങ്കിൽ, ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയുണ്ട്, വെള്ളത്തിന് വിലയില്ല. എന്തുകൊണ്ടാണ്? കാരണം വെള്ളം വേണമെങ്കിൽ എൻ്റെ ഒരു ബോട്ടിലുണ്ട്, ഇത് അപ്പുറത്തെ ടാപ്പിൽ നിന്ന് എനിക്ക് പിടിക്കാൻ പറ്റും. സ്വർണ്ണം അത്ര എളുപ്പത്തിൽ കിട്ടില്ല. കാരണം ഒരു സംഭവം നമുക്ക് കിട്ടാനില്ലെങ്കിൽ മാത്രമേ അതിന് ഡിമാൻഡ് വരുള്ളൂ. ഒരു സംഭവം നമുക്ക് ആവശ്യത്തിന് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിനൊരു വിലയില്ലാതെ പോകും. ഞാൻ അവസാനം പറഞ്ഞ കാര്യത്തിൽ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി ഉണ്ടെന്ന് വിചാരിക്കും. ഒരു മുതലാളിയുണ്ട്, ഒരു തൊഴിലാളിയുണ്ട്. അപ്പോൾ തൊഴിലാളി എന്താണ് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, അയാൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ എന്താണ് കൂടുതൽ ശമ്പളം അയാൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുതലാളിയുടെ അടുത്ത് എന്താണ് അയാൾ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, ശമ്പളം അല്പം കൂട്ടാൻ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിന് മുതലാളിക്ക് എന്ത് പറയാം? നിനക്ക് ജോലി ചെയ്യാൻ പറ്റിയെങ്കിൽ നീ പോയിക്കോ. അല്ലെങ്കിൽ BTech കഴിഞ്ഞാൽ MBA കഴിഞ്ഞാൽ വലിയ ഡിഗ്രി ഉള്ള ആളുകൾ ഇവിടെ ജോലി ഇല്ലാതെ ഇരിപ്പുണ്ട്, അവരെ വന്ന് വിളിച്ച് ചെയ്യിപ്പിക്കുമെന്ന് മുതലാളിക്ക് പറയാൻ പറ്റും. അപ്പോൾ ആളുകൾക്ക് അവിടെ വിലയില്ലാതെ വരും. അതാണ് ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞത്. ഇനി ജനസംഖ്യ തീരെ കുറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റേതായ ഭവിഷ്യത്തുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം, ഷോപ്പിൻ്റെ ഉദാഹരണം. ഇപ്പം ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്നുണ്ട് വെല്ലിംഗ്ടണിൽ.
അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് പണ്ട് ജോലി ചെയ്യുന്ന പയ്യൻ പറഞ്ഞത് ഇവിടെ പണ്ട് എപ്പോഴും നല്ല തിരക്കായിരുന്നു, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വെല്ലിംഗ്ടണിൽ എന്തോ റിസഷൻ വന്നു. ഇപ്പോൾ ഞാനിത് ഇവിടെ വരുന്നതിന് മുമ്പാണ്, ന്യൂസിലൻഡ് വരുന്നതിന് മുമ്പാണ് റിസഷൻ വന്നു, ഒരുപാട് ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ജനസംഖ്യ ഇത്ര ഇവിടെ ആളുകൾ കുറഞ്ഞത്. അപ്പോൾ അത് കാരണം കച്ചവടം ചില സമയത്ത് ഭയങ്കര മോശമാണ്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ കടയിൽ ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ചില സമയത്ത് ഇവിടെ കുറച്ചുകൂടെ ആളുണ്ടായിരുന്നു, കുറച്ചുകൂടെ കച്ചവടം നടക്കുമായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. അപ്പോൾ ഒരു ജനസംഖ്യ കുറഞ്ഞാലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ സൗത്തിലല്ല, പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ട്രെൻഡാണ് സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരു വ്യക്തി, അതായത് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് പോലും 6, 7, 8 മക്കൾ കാണും. ഇപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ മാത്രമല്ല പലരും കണ്ടിട്ടുണ്ട്. പല റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഒരു റീൽ എന്ന് പറയുന്ന ഒരു അവതാരിക ഒരു മുസ്ലിം സ്ത്രീയോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അവർ പറയും ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ദാരിദ്ര്യമാണ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, മക്കളെയൊക്കെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോൾ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് 8 മക്കളുണ്ട്. അപ്പോൾ അവതാരിക ചോദിക്കും 8 മക്കൾ കാരണക്കാരും ചോദിക്കുമ്പോൾ അവർ ഒരു ഹസ്ബൻഡോട് കാരണം, നിങ്ങൾ ദാരിദ്ര്യത്തിന് കാരണമാണ് ചോദിക്കുമ്പോൾ അതിന് കാരണം നരേന്ദ്രമോദിയാണെന്ന് പറയും. അതൊരു ഫണ്ണി ഒരു റീലായിരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്, അത് എല്ലാ രാജ്യങ്ങളും. ഇപ്പം വളരെ ഇന്ത്യക്കാളും വളരെ ഡെവലപ്ഡ് ആയിട്ട് രാജ്യത്ത് പോലും പാവപ്പെട്ട ആളുകളും ദാരിദ്ര്യം ഉള്ള ആളുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് വരുമാനമുണ്ട്, നമുക്ക് ജോലിയുണ്ട്, വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഗവൺമെൻറ് ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും വന്ന് ജീവിതം എങ്ങനെയുണ്ട്, വരുമാനമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ഒരു സംഭവം നടക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നടക്കില്ല, ഇത്ര ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾക്ക് ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് ഒരു സഹായവും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കൊണ്ട് തരത്തില്ല. നമുക്ക് വരുമാനമുണ്ടോ, നമുക്ക് ജോലിയുണ്ടോ, നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയാമെന്നുള്ള നോർത്ത് ഇന്ത്യ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് സെറ്റിലായ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവരെ ഞാൻ പരിചയപ്പെട്ട ആ ഒരു കുറഞ്ഞ ടൈമിൽ പോലും 1, 2, 3, 4ാമത്തെ കൊച്ചാണ് അവർ ജനിച്ചത്. അവർ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ വീടാണ്, വളരെ ചെറിയ വീട്, ഒരു സൗകര്യം വാടകയ്ക്കാണ് താമസിക്കുന്നത്. അയാൾക്കാണെങ്കിൽ ചെറിയൊരു കട നടത്തുന്നു, ആ ആൻറ്റിക്ക് അവർക്ക് വൈഫിന് ജോലിയില്ല. അപ്പോൾ അപ്പോൾ ഇനി അത് 5, 6 ആയോന്ന കാര്യം എനിക്കറിയില്ല. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കേസ് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പാവപ്പെട്ട ഒരു വ്യക്തി മക്കളുണ്ടാക്കരുത് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പോലും വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരാളാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം മാത്രമല്ല, ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ അവർ മാക്സിമം പോയ 1 അല്ലെങ്കിൽ ഒരു 2 കൊച്ചുങ്ങൾക്ക് വേണം ജനിപ്പിക്കുക. അത് കഴിഞ്ഞ് അവർക്ക് ആ ഒരു കുട്ടികൾക്ക് പരമാവധി എഡ്യൂക്കേഷനും മറ്റ് കാര്യങ്ങളും കൊടുത്ത് അവരെ എങ്ങനെ മുന്നോട്ട് എത്തിക്കാൻ നോക്കണം. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി 6, 7 മക്കളെ നോക്കാൻ കഴിവില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാൾ 6, 7 മക്കളുണ്ടാക്കും. എന്നിട്ട് ആ ഒരു മക്കൾ വലുതാകുമ്പോൾ കുടുംബത്തിലെ ദാരിദ്ര്യവും മറ്റ് പ്രശ്നങ്ങൾ കാരണം അവർ പഠിക്കാൻ പോകാൻ പറ്റില്ല, എന്തിനും ജോലിക്ക് ഇറങ്ങും, അവരും ഗതി പിടിക്കില്ല, അവർ അടുത്ത തലമുറയും ഗതി പിടിക്കില്ല, വേറെ ആരും രക്ഷപ്പെടുകയില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പോപ്പുലേഷൻ്റെ ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയും. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ചൈനയിൽ കൊണ്ടുവന്ന പോലെ 1 ചൈൽഡ് പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ഡ്രോബാക്സ് ഉണ്ട്. ഇപ്പോൾ ചൈനയിൽ അവർ 1 ചൈൽഡ് പോളിസി കൊണ്ടുവന്നത് അതിൻ്റെ ഡ്രോബാക്സ് ഇപ്പോൾ ചൈന അവർ അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റേതായ ഭവിഷ്യത്തുകളുണ്ട്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 1 ചൈൽഡ് പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏജിങ് പോപ്പുലേഷൻ കൂടുതലാവും, മാത്രമല്ല വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ കുറയുകയും ചെയ്യും. അതൊരു പ്രശ്നമാണ്, അതൊരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ 1 ചൈൽഡ് പോളിസി ഇന്ത്യയിൽ കൊണ്ടുവരാൻ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് അവയർനെസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യത്തിൽ പോപ്പുലേഷൻ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എക്സെട്ര കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഇൻകം ഒരു ശതമാനത്തിൽ താഴെയുള്ള, അല്ലെങ്കിൽ വരുമാനം ഒരു രൂപയ്ക്ക് താഴെയുള്ള ആളുകൾ 3, 4 മക്കളെ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ 5, 6 മക്കളെ ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു നിയമമെങ്കിലും ഗവൺമെൻറ് കൊണ്ടുവരണം. കാരണം ഇത് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി 6, 7 മക്കളെ ഉണ്ടാക്കുമ്പോൾ ആർക്കും എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് മാൽ ന്യൂട്രീഷൻ വരികയും ചെയ്യും, അവർ പഠിക്കാൻ പോകാൻ പറ്റില്ല, അവരും ഗതി പിടിക്കില്ല, വേറെ ആരും ഗതി പിടിക്കില്ല. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗവൺമെൻറ് അതിനെങ്കിലും ഒരു അവയർനെസ് കൊടുത്തി അങ്ങനെ ഒരു ബില്ലെങ്കിലും പാസ്സാക്കണം. ഇപ്പം രാജ്യത്തിൻ്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതാണ് നല്ലതെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കണമെന്നും പറയുന്നതും പ്രചരിപ്പിക്കുന്നത് 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്നാമത്തത് മത നേതാക്കളും, രണ്ടാമത്തത് മതം തലയ്ക്ക് പിടിച്ച് രാഷ്ട്രീയക്കാരും. അവരാരും ഞാൻ ഇത്ര നേരം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, ഓരോ മതക്കാരിങ്ങനെ മത്സരിച്ച് കുട്ടികളുണ്ടാക്കുകയാണ് അവരുടെ മതത്തിലുള്ള ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആളുകളും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർ രാജ്യം ഭരിക്കുമ്പോൾ അവരൊരിക്കലും നമ്മുടെ രാജ്യത്തിന് പുരോഗതിക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ കൊണ്ടുവരാമെന്നൊന്നും അവർ ചിന്തിക്കില്ല. അവരവരുടെ മതം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞതിനോട് എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 2 ചോദ്യങ്ങളാണ്. പോപ്പുലേഷൻ വളരെ അധികം കൂടി നിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ എങ്ങനെ മിനിമം പേ എന്നുള്ള സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യും? മിനിമം പേ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് വീണ്ടും പറയുന്നില്ല. കാണാത്തവർക്ക് വേണമെങ്കിൽ വീഡിയോയും ചെന്ന് കാണാം.
രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാജ്യത്തുള്ള എല്ലാ യുവാക്കൾക്കും എന്ന് പറഞ്ഞാൽ എന്താണ് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ജോലി ഉറപ്പുവരുത്താൻ പറ്റുമോ അങ്ങനെ രാജ്യത്ത്? കാരണം പോപ്പുലേഷൻ വളരെ കൂടിക്കഴിഞ്ഞാൽ ജോലി സാധ്യതകൾക്ക് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാവർക്കും ജോലി ഉറപ്പുവരുത്താൻ പറ്റില്ല. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം എന്താണ് ഞാനൊക്കെ ഒരു വാർത്ത കണ്ടതാണ്, ഒരു പോസ്റ്റ് കണ്ടതാണ്. ഇപ്പോൾ റഷ്യയിൽ എന്താണ് ഒരു സ്കൂൾ കുട്ടി എന്താ ഗർഭിണിയായി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ എന്തോ അവിടുത്തെ പ്രസിഡന്റ് കൊടുക്കുന്നത്. അതുപോലെ എന്താണ് ഈ പോപ്പുലേഷൻ കൂട്ടാനുള്ള പല കാര്യങ്ങളും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കുറഞ്ഞതിൻ്റെയാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം പോപ്പുലേഷൻ കൂടിയതിൻ്റെയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം വേണം കണ്ടുപിടിക്കുക. അല്ലാതെ അവിടെ അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമല്ലെന്നും കൂടെ മനസ്സിലാക്കണം.